ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായ പശ്ചാത്തലത്തിൽ ഇന്ത്യക്കാരുമായുള്ള 6ാമത്തെ വിമാനം ദില്ലിയിലെത്തി. 312 യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ഒരു കണ്ണൂർ സ്വദേശി കൂടി സംഘത്തിനൊപ്പം തിരിച്ചെത്തി. നിലവിൽ 1428 പേരെയാണ് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിച്ചത്. ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായതോടെ ഇന്ത്യയുടെ ഒഴിപ്പിക്കൽ ദൗത്യം ഊർജിതമാക്കി വിദേശകാര്യ മന്ത്രാലയം. 312 ഇന്ത്യക്കാരുമായുള്ള 6ാമത്തെ വിമാനം ദില്ലിയിലെത്തി. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ സ്ഥിരതാമസക്കാരനായ കണ്ണൂർ സ്വദേശി ദിനേഷ് കുർജയാണ് സംഘത്തിനൊപ്പം തിരിച്ചെത്തിയ ഏക മലയാളി. വിവിധ സംസ്ഥാനങ്ങളിലെ മെഡിക്കൽ വിദ്യാർത്ഥികളും തീർത്ഥാടകരുമാണ് മടങ്ങിയെത്തിയവരിലേറെയും. ഇറാനിലെ ടെഹ്റാനിലടക്കം സ്ഥിതി മോശമാണെന്നും നിലവിൽ 6000-ഓളം വരുന്ന ഇന്ത്യക്കാർ ഇറാനിലുണ്ടെന്നും മടങ്ങിയെത്തിയവർ പ്രതികരിച്ചു. Especially in Tehran, but other cities were mostly safe. I believe around 5,000 to 6,000 more internationals are still stranded over there and waiting for the evacuation. രാത്രി 11:30 മറ്റൊരു വിമാനം കൂടി ദില്ലിയിലെത്തും. 4 ദിവസങ്ങളിലായി 1428 പൗരന്മാരെ ഇറാനിൽ നിന്ന് ഒഴിപ്പിച്ചതായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇസ്രായേലിൽ നിന്നുള്ള ഒഴിപ്പിക്കൽ ഉടൻ ആരംഭിക്കും. മടങ്ങാൻ താൽപ്പര്യമുള്ളവരെ മാത്രമാണ് ആദ്യഘട്ടത്തിൽ ഒഴിപ്പിക്കുക. ഇവർ ടെൽ അവീവിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ മുഴുവൻ ഇന്ത്യക്കാരെയും തിരിച്ചെത്തിക്കാനാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നീക്കം. ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ നിന്നും ക്യാമറ പേഴ്സൺ സഞ്ജയ്ക്കൊപ്പം അബ്ദുൾ റഷീദ്, കൈരളി ന്യൂസ്.